ധന്യ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ ഒരു നിയമപരമായ നടപടിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവര് തമ്മില് രാമകൃഷ്ണനും സത്യഭാമയും തമ്മിൽ നേരത്തെ കേസുകൾ നിലവിലുള്ളതാണ്. അപ്പം രാമകൃഷ്ണനെ മുൻനിർത്തി തന്നെയാണ് അത് പറഞ്ഞതെന്നുള്ള ആ വാക്കുകൾ അതിനകത്തുണ്ട്. ഈ കലാ സാംസ്കാരിക രംഗം എന്ന് പറയുന്നത് വളരെ തുല്യതയുടെയും മാന്യതയുടെയും ഒരു സ്പേസ് ആണെന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഈ പഠിക്കാൻ കലാമണ്ഡലത്തിൽ പോകുന്ന സമയത്ത് തന്നെ വംശീയമായിട്ടുള്ള അതിക്രമവും അധിക്ഷേപവും ഈ വിഭാഗം ഏറ്റു തുടങ്ങുന്നുണ്ട്. കേസുകൾ എത്ര എണ്ണം നടക്കുന്നുണ്ട് അറിയാം. RLVയിലെ ഹേമലത ടീച്ചറുടെ കേസ് വളരെ ഫേമസ് ആണ്. അവര് RLVയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപികയുടെ ജോലി വരെ പോയി. അവരവിടെ പ്രൊഫസറായിരുന്നു. അവരുടെ ജോലി എങ്ങനെ പോയി എന്നുള്ളതാണ് ഇപ്പോഴും കോടതിക്ക് പോലും അത് ആ കേസുകളൊക്കെ അങ്ങനെ പെൻഡിങ്ങിലാണ്. ഇത്തരത്തിലുള്ള എല്ലാ വർണ്ണവരിയുടെ കേസുകളും പെൻഡിങ്ങിലാണ്. ഈ സത്യഭാമയ്ക്ക് കലാമണ്ഡലം എന്നുള്ളൊരു വാക്ക് ഉച്ചരിക്കാനുള്ള ഒരു അർഹത പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. കാരണം ഈ ഇത്രയും വംശീയമായിട്ട് ഈ കാലഘട്ടത്തിലും കാക്കയെ പോലെ കറുത്ത നിറം, അത് ആരെ നോക്കൂ, ഒരു മനുഷ്യനെയും അങ്ങനെ പറയരുതെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെയും, ഇപ്പൊ കലാരംഗത്തെന്നല്ല, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ജീവനുള്ള ഒരു മനുഷ്യനെ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ഒക്കെ വന്ന് അവര് കൃത്യമായിട്ട് അവര് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതാണ് വംശീയത. കറുത്ത നിറമുള്ള മനുഷ്യർക്ക് നൃത്തം ചെയ്യാനുള്ള യോഗ്യതയില്ല. മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഭരതനാട്യമൊക്കെ ഇവിടുത്തെ ഒരു ചില വിഭാഗത്തിലെ ചില കുലത്തിന്റെ ചില ജാതിയുടെ മാത്രം കുത്തകയാണെന്നാണ് ആ മെസ്സേജ്. അവര് പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരത് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോഴത്തെ അവരൊരു മനഃപൂർവ്വം അവര് ചലഞ്ച് ചെയ്യുന്നതാണ് സമൂഹത്തെയും ഈ സമൂഹത്തെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ആ സ്ത്രീയുടെ സംസാരം. ഇപ്പോഴും അവരതിനെ തിരുത്താൻ തയ്യാറല്ല. ഒരാളുടെ ശരീരത്തെയും ശരീരപ്രകൃതിയെയും വർണ്ണത്തെയും വെച്ച് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. അപ്പോൾ ഈ ഒരു രാമകൃഷ്ണൻ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് ഈ കലാ സാംസ്കാരിക രംഗത്തുള്ളവർ മുഴുവൻ പിന്തുണച്ചാൽ മാത്രമേ അത് പൂർണ്ണമാകുള്ളൂ. ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് നിന്ന് ഒരു വീഡിയോയുടെ മുമ്പിൽ വന്ന അവതാരകനും കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ പോലീസുകാർ സ്പെഷ്യൽ ബ്രാഞ്ചോ അവരുടെ അടുത്ത് പോയി ഇതിന് എൻക്വയറി ചെയ്യാൻ പോയപ്പോഴും അവര് പോലീസുകാരോട് പോലും ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ ഇനിയും ഇത് പറയും, ഇനിയും എനിക്കിത് പറയാനുണ്ട്, നിങ്ങൾ ചെയ്യാവുന്നത് ചെയ്തോ. അതൊരു വെല്ലുവിളിയാണ്. അതിനെയാണ് നമ്മൾ തികഞ്ഞ വംശീയത എന്ന് പറയുന്നത്. അവരൊരു വെളുത്ത സ്ത്രീ ആയതുകൊണ്ടും വേറെ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടും രാമകൃഷ്ണനൊന്നും ഇങ്ങോട്ടേക്ക് വരാനുള്ള, രാമകൃഷ്ണന്റെ യോഗ്യത, രാമകൃഷ്ണൻ റാങ്ക് ഹോൾഡർ ആണ്, PGക്ക് റാങ്ക് ഹോൾഡർ ആണ്, PhD ആണ്. അപ്പോൾ ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് അദ്ദേഹം സ്വീകാര്യനായിട്ടാണ് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു യാത്രയാണത്. അപ്പൊ അതൊന്നും ഈ സ്ത്രീക്ക് സഹിക്കുന്നില്ല. അപ്പൊ ഈ കറുത്ത ആൾക്കാരെ കൊണ്ട് ഈ നൃത്തം അവതരിപ്പിക്കരുത് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അതിനുള്ള യോഗ്യതയില്ല. ആ സൗന്ദര്യത്തിനുള്ള 10 മാർക്ക് ഈ സ്ത്രീയുടെ കണ്ണിൽ അതൊന്നും സൗന്ദര്യമല്ല. ആ 10 മാർക്ക് മോഹിനിയാട്ടത്തിനുള്ളത് എവിടെ കൊടുക്കും എന്നാണ് ഈ സ്ത്രീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ചോദിക്കുന്നതിന് ഈ രീതിയിൽ അത് സമൂഹത്തിനും വരുന്ന തലമുറയ്ക്കൊക്കെ അവർ പകർന്നു കൊടുക്കുകയാണ്. വളർന്നു വരുന്ന കുട്ടികൾക്കും നിങ്ങൾ ഈ കറുത്ത ആൾക്കാരെ കാണുകയാണെങ്കിൽ മാറ്റി നിർത്തണം, അതല്ല എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ്. ഇത് അട്രോസിറ്റിയാണ്, തികഞ്ഞ നിയമത്തോടുള്ള വെല്ലുവിളിയാണ്, ഈ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്, കലാ സാംസ്കാരിക രംഗത്തോടുള്ള വെല്ലുവിളിയാണ്. ഈ സ്ത്രീക്കെതിരെ അട്രോസിറ്റി എടുത്ത് ഇവരെ റിമാൻഡ് ചെയ്യണം തന്നെയാണ് പറയുന്നത്. ധന്യ രാമനാണ് വിശദാംശങ്ങൾ നൽകിയത്.